നമ്മളിത് സമയം 6 മണിയാവുന്നു കേട്ടോ. നേരം വെളുക്കുന്നുള്ളൂ, പുറത്തൊക്കെ ഇരുട്ടാണ്. നമ്മൾ ഇന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആയിട്ടിരിക്കണ്ട. എന്റെ മോനെ കഴിച്ച് ഇത് മൊത്തം OP എടുക്കാനുള്ള വരിയാണ് നിൽക്കുന്നത്. രാവിലെ തുടങ്ങി 6 മണിക്ക് അങ്ങനെ എന്തോ ആളുകൾ വരിക്കാൻ തുടങ്ങും. അങ്ങനെ ഗൈസ് നമ്മളിതേ ആകാശപാത അഥവാ സ്കൈ വാക്ക് അതിന്റെ മുന്നിലാണ്ടാ. ഈ മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? മസാല എന്നിട്ടാണല്ലോ പല്ലേക്കുന്നത്. മരുന്ന് മേടിച്ചിട്ട് നമ്മളെ ഈ 2 മരുന്നിനാണ് 40,000 രൂപ. ഈ 2 ബോക്സ് ഈ വാർഡിലാണ് മച്ചാൻ കിടക്കുന്നത്. ഇവിടെ സാധാരണ ഇതിന് അപ്പുറത്തുള്ള ഒരു വാർഡിലായിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങൾ മെഡിക്കൽ കോളേജിനോട് വീട് പറഞ്ഞു ഇനി അടുത്ത മാസം അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സമയം 6 മണിയാവുന്നു കേട്ടോ. നേരം വെളുക്കുന്നുള്ളൂ, പുറത്തൊക്കെ ഇരുട്ടാണ്. നമ്മൾ ഇന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ മച്ചാൻ വന്നിട്ടുണ്ട്. അതെന്നെ വിളിച്ച് മച്ചാൻ വന്നിട്ടുണ്ട് അവിടെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. മച്ചാൻ്റെ ഡേറ്റ് ആണ് ഇന്ന്. അപ്പം ഇന്നലെ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. ചിലപ്പോൾ ഇന്നോ നാളേക്ക് ആയിട്ട് ഡിസ്ചാർജ് ആവും. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എന്താണ് മച്ചാൻ്റെ അതായത് ഒരു ഡിസീസും ഉണ്ട്, എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പോകാനായി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇന്നത്തെ കാര്യങ്ങളും അതായത് അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്കിനി വ്ളോഗായിട്ട് കാണാട്ടെ. അപ്പോൾ ഓക്കെ, വരാം, ബൈ. അപ്പൊ ഗൈസ് നമ്മളിത് കോഴിക്കോട് എത്തിയിരിക്കണ്ട. ഇനി അവിടുന്ന് അതെ അവിടെ മെഡിക്കൽ കോളേജ് ബസ്സിന് കയറണം. നേരെ മെഡിക്കൽ കോളേജ് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കണ്ട. ഇതാണ് ഇതിന്റെ ആദ്യത്തെ എൻട്രൻസ്. ഇവിടെ ആയിരുന്നു OP പരിപാടിയൊക്കെ. ഇപ്പത്തെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിട്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് പോകാനുള്ളതും അങ്ങോട്ട് തന്നെയാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അങ്ങോട്ട്. അവിടെയാണ് മച്ചാനും അഡ്മിറ്റ് ആയി കിടക്കുന്നത് കേട്ടോ. എന്റെ മോനെ കഴിച്ച് ഇത് മൊത്തം OP എടുക്കാനുള്ള വരിയാണ് ഈ നിൽക്കുന്നത്. രാവിലെ തുടങ്ങി 6 മണിക്ക് അങ്ങനെ എന്തോ ആളുകൾ വരിക്കാൻ തുടങ്ങും. അതിനിടയിൽ മാസ്ക് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 10 രൂപയ്ക്ക് 3 മാസ്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മാസ്ക് ഒന്നും അത്ര നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇവരിങ്ങനെ പറയും മാസ്ക് നിർബന്ധമാണ് കൊണ്ടുപോയി. അപ്പം നമ്മളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. OPക്കൊക്കെ ഭയങ്കര തിരക്കാണ് ഇന്ന് ചിലപ്പോൾ പല OPകളും ഉള്ള ദിവസമായിരിക്കും. എന്തായാലും ഭയങ്കര തിരക്കാണ്. അവിടെ ലൈന് നേരെ ഇങ്ങനെ വന്ന് തിരിച്ച് ഫുട്പാത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് മച്ചാൻ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോയി അവിടെ. രാവിലെ തന്നെ ബസ്സിനാണ് കേട്ടോ വന്നത് ഇന്ന്. അതുകൊണ്ട് ബസ്സിന് വരുന്നതാണ് സുഖം. മറ്റത് 1 മണിക്കൂർ 1.25 മണിക്കൂറെല്ലാം ഓട്ടോ ഉണ്ട്. അതിങ്ങനെ നമ്മൾ വണ്ടിക്ക് ബൈക്ക് എടുത്ത് വരുന്നതിനേക്കാൾ നല്ലത് ബസ്സിന് വരുന്നതിനായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. രാവിലെ തന്നെ ആയതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ഈ സമയത്ത് ഇതിലൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. നോക്കട്ടെ ഇനിയിപ്പോൾ ചിലപ്പോൾ അതിനുള്ള ഫുഡ് മേടിക്കും. അങ്ങനെ ഗൈസ് നമ്മളിതേ ആകാശപാത അഥവാ സ്കൈ വാക്ക് അതിൻ്റെ മുന്നിലാണ്ടാ. ഈ കാണുന്നതാണ് സ്കൈ വാക്ക്. ഇതുവഴി ഇതാ പഴയ OPയുടെ ബിൽഡിംഗ് ആണ് ഇത്. ഇതുവഴി ഇങ്ങനെ കടന്നിട്ട് നമുക്ക് നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആ കാണുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇട്ടാ. ഇത് അതിൻ്റെ കാഷ്വാലിറ്റി ആണ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ കാഷ്വാലിറ്റി. ഇതുവഴിയാണ് നമ്മൾ എന്തെങ്കിലും എമർജൻസി കേസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ അപ്പുറത്താണ്. അതുവഴി വരും. വന്നതിന് ശേഷം ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതിന് അഡ്മിറ്റൊക്കെ ഇപ്പുറത്താണെങ്കിൽ ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് പോകട്ടെ. സംഭവം നൈസാണ്. അതിനുള്ളിൽ ഫുൾ ടൈം പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എത്ര സീരിയസ് ആണെങ്കിലും നമുക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ സ്ട്രക്ചറിലൊക്കെ തള്ളിപ്പോവാം. കാണിച്ചുതരാം ഗൈസ്. എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചുതരാം. ഈ കാണുന്ന കോട്ടയ്ക്കുള്ളിലാണ് കേട്ടോ മച്ചാൻ കിടക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഇതിൻ്റെ അഡ്മിറ്റ് പരിപാടിയൊക്കെ ഇവിടെയാണ്. പക്ഷേ OP ബ്ലോക്കാണ് ആ കാണുന്നുണ്ടോ? ഇത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിൻ്റെ ബ്ലോക്ക് OP ഇവിടെയാണ് വരുന്നത്. മച്ചാനുള്ളതൊക്കെ ഇവിടെ നിന്നാണ് ഇവർ വാരി നിന്നിട്ട് എടുക്കാറ് കേട്ടോ. ഇത് അവിടെ അഡ്മിറ്റും അത് കാണുന്ന ആ ഭാഗത്ത് അഡ്മിറ്റും ഇവിടെയാണ് അതിൻ്റെ OPയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ഏതായാലും മച്ചാനെ വിളിച്ചിട്ടുണ്ട്. മച്ചാൻ എണീറ്റ് വരുമ്പോഴേക്ക് ഞാൻ പോയിട്ട് ഫുഡ് എന്തെങ്കിലും മേടിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കയറാൻ നേരിച്ചു. പിന്നെ അപ്പോൾ അതിൻ്റെ മേലെ കയറിയതിന് ശേഷം പിന്നെ ഇറങ്ങണ്ടല്ലോ. ഇതാണെങ്കിൽ അതിൻ്റെ മുകളിൽ അവിടെ അല്ല അതിൻ്റെ അപ്പുറത്തെ ആ ഭാഗത്താണ് കേട്ടോ മച്ചാൻ കിടക്കുന്നത്. ഗ്യാസ്ട്രോളജി. അങ്ങനെ കഴിച്ച് നമ്മളിത് മച്ചാനുള്ള ഫുഡും മേടിച്ചുകൊണ്ട് മച്ചാനെ വെയിറ്റ് ചെയ്യണ്ട. അവിടുന്ന് മച്ചാൻ വരും. എന്നിട്ട് മച്ചാൻ വന്ന് പാസ് തന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും നോക്കട്ടെ. മച്ചാൻ വിളിക്കും. നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടാ. പാസ് ഇല്ലാതെ മച്ചാൻ വരാതെ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടാ.
ഇനിയിപ്പോ ഏതായാലും നോക്കാം. മച്ച ഒരു മച്ച ലൈനിലുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എത്തി വെച്ചാ. അങ്ങനെ ഗൈസ് നമ്മളിത് ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് മച്ചാൻ നിൽക്കുന്നത്. അവിടെയാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങോട്ട് കയറാൻ നേരത്ത് ഞാൻ മച്ചാനെ വിളിച്ചു. അപ്പോൾ മച്ചാൻ നേരെ പാസ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ലൈറ്റില്ല വെച്ചാണ് ഞാനില്ല മോനെ. എത്രോട്ട് ഇങ്ങോട്ട് എത്തിയാ? ഇവിടെ ഫുള്ള് മോനോട്ട് എൻ്റെ മോനാ ഗ്യാസിനും പൊറോട്ട ചിക്കനാ പൊറോട്ട ചിക്കൻ എന്താ 3 നേരം ഇതിന് നേരെ താഴത്തില്ല. അതിനടി ഇത് 5-ആം നില. അതെ അല്ല ഇത് 5-ആം നില. അത് ഇതല്ല ഇതിന് തൊട്ടടിയിലതാ അവിടെ. ആ മച്ച മസാല ദോശയും ചിക്കൻ പൊരിച്ചു. അല്ല മസാല ദോശ മാത്രം വെച്ചാൽ ഞാൻ നെയ് റോസ്റ്റ് അടിച്ചു വെച്ചാൽ ഞാനില്ല. ഞാൻ അവിടെ കയറി പുള്ളിയെടുത്ത് ചുമ്മാ കഴിക്കാൻ പാടില്ല. നന്നായി കുഴപ്പമില്ല. ഞാൻ കഴിക്കാം. മച്ച പേഷ്യനില്ല വെച്ചാൽ ഇവിടെ സൂചിയില്ല ഇവിടെ വെച്ചാൽ ഒന്നും പക്ഷെ ഒന്ന് സർജറി എന്ന് വെച്ചാ സർജറി ഇല്ല വെച്ചാ സർജറി ഉണ്ട് കുട്ടിയുടെ 2 സർജറി ഉണ്ട്. അയ്യോ വച്ച എന്നിട്ട് ഇതാണ് അത് ബ്രെഡ് കിട്ടിയാണ്. ബ്രെഡ് തെറ്റല്ല ഇവിടുന്ന് ഇങ്ങനെ നടക്കുന്നു. പേഷ്യൻ്റ് ഏത് കൂടെ നിൽക്കുന്ന ആളായിരുന്നു മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ കേസ് അതെ വരാൻ കേസ് മച്ച മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? മസാല ദോശ എന്നിട്ടാണല്ലോ പല്ലേക്കുന്നത്. അത് മസാല ദോശ കഴിക്കുന്നതിന് ശേഷം അതിന് കുഴപ്പമില്ല. പക്ഷെ പല്ലേക്കണം അത് നിർബന്ധം. അതായിരിക്കും നല്ലത്. പിന്നെ ക്ലോസപ്പ് ആണ് നല്ലതെന്ന്. ഇനിയിപ്പോ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് ഞാനായിരിക്കുമല്ലോ വ്ളോഗില്. അതെ 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 ഞാനും അച്ഛനും മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും രോഗം വേണം. അസുഖമില്ലാണ്ട് നിങ്ങൾ ആരും മെഡിക്കൽ കോളേജിൽ വരരുത്. കാരണം കാര്യമില്ല ഇവരെ ആരും നോക്കൂല. അസുഖം ഉണ്ടായാൽ തന്നെ ഇവര് തിരിഞ്ഞു നോക്കൂല. അപ്പൊ ഗൈസ് മച്ചാൻ അങ്ങനെ ഒരു കോളിലാണ്. ഞാൻ ഇത് ഈ ഭാഗം ഉണ്ടോ മെഡിക്കൽ കോളേജിൽ മച്ചാൻ അഡ്മിറ്റ്. അതായത് വാർഡിന്റെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കുന്നതും പിന്നെ ഇതിൻ്റെ അപ്പുറം തന്നെ ബാത്റൂം ടോയ്ലറ്റ് പരിപാടികളൊക്കെ നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ മച്ചാൻ ഇത് ഇവിടുന്ന് പല്ലേക്ക് വരുന്നുണ്ട് മച്ചാ. എന്താ ഞാൻ തള്ളുന്നു. ഇനിയിപ്പോ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ആകാശപാതയിലൂടെ ഉണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം പാട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ത് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഞാനിപ്പോ മച്ചാന്റെ മെഡിസിപ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മെഡിസിപ്പ് എന്ന് പറഞ്ഞാൽ മച്ചാന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മച്ചാൻ ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ മാസം വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ ഇത് ഇഞ്ചക്ഷൻ അത് അത്യാവശ്യം ഫണ്ട് ഇറങ്ങുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ ടീച്ചർ ആയതുകൊണ്ടും ഇൻഷുറൻസ് ഉണ്ട്. അതിന് ഏകദേശം ഒരു 40,000 രൂപയുടെ ഇൻഷുറൻസ് ആയി. 40,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. അത് ബാക്കി ഒരു 20,000 രൂപയുടെ പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ. മൊത്തം ഒരു 60,000 രൂപയാണ് മച്ചാൻ ഈ വെക്കുന്ന ഇഞ്ചക്ഷന് ഓരോ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വെക്കുന്നതിന്. അപ്പോൾ ഇതിപ്രാവശ്യം എന്തായാലും അതെ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെഡിസിപ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ മെഡിസിപ്പിന്റെ ഓഫീസ് വരെ പോവാണ്. ഇനിയിപ്പോൾ അത് അവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് സീൽ വെച്ചിട്ട് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് മരുന്ന് മേടിക്കണം. ബാക്കി പുറത്തുനിന്ന് മേടിക്കാനുള്ളത് വേറെ തന്നെ പോയിട്ട് മേടിക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ മെഡിസിപ്പിൻ്റെ ഓഫീസ്. നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിത് ഫയലും കാര്യങ്ങളെല്ലാം സീൽ വെച്ച് ഇനി നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകണം. അവിടുന്ന് മരുന്ന് മേടിക്കണം. ഗൈസ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ വന്നാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാ പരിപാടിയും നടക്കുമെന്ന് വിചാരിക്കില്ല. ഒരു 16 വട്ടമെങ്കിലും മിനിമം നമ്മൾ നടക്കേണ്ടി വരും. ഞാൻ വീണ്ടും ആകാശപാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, വേറെന്തോ ഒരു പേപ്പറിന് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ശീലമായിക്കോളും. നമുക്കത് ടോക്കണ് 88 കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 85 അവിടെ വിളിച്ചിട്ടുള്ളത്. കുറച്ച് നേരത്തെ കാത്തിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യാം.
ബാക്കിയുള്ള പരിപാടി പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞിട്ടാണ് മരുന്ന് മേടിച്ചിട്ട് നമ്മളെ ഇത് ഈ 2 മരുന്നിനാണ് 40,000 രൂപ. ഈ 2 ബോക്സിൽ അതിനടി കാണുന്ന ആ സോപ്പ് പൊടി പോലത്തെ സാധനം ഐസാണ് കേട്ടോ, ഐസ് ക്യൂബാണ്. ഇത് നമ്മൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുക്കണം. ഇതിന് മേടിച്ച് ബാക്കി ഇതേപോലെ തന്നെ ഒരു സാധനം കൂടെ മേടിക്കാനുണ്ട്. അതിനാണ് നമ്മൾ കാരുണ്യം വരെ വന്നത്. ഇതാണ് കേട്ടോ കാരുണ്യം. ഇവിടെ നിന്നാണ് ഇനി ഇതിൻ്റെ ഇതേപോലത്തെ ഒരു ബോക്സ് കൂടെ മേടിക്കണം. അതിനാണ് 10,000-20,000 രൂപ. ഏതായാലും പോയി നോക്കട്ടെ. അതിവിടെ ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു, നോക്കിയിട്ട് തരാം ഗൈസ്. അപ്പോൾ ഈ വാർഡിലാണ് മച്ചാൻ കിടക്കുന്നത്. എവിടെ ഉണ്ട് മോനെ? ഇത് ഇഞ്ചക്ഷൻ കയറ്റിക്കൊണ്ടിരിക്കണ്ട. സാധാരണ ICUല് എന്താ വായിലൂടെയാണോ? സാധാരണ ICUലായിരുന്നിട്ട് അവർ ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നത്. 3-4 മണിക്കൂറെല്ലാം വെച്ച് കൊടുത്തത്. ഇപ്രാവശ്യം എന്തോ നേഴ്സ് മാറിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഇവിടെ വാർഡിലിരുന്നുകൊണ്ട് കയറ്റിക്കൊണ്ട്. അതിൻ്റെ വില അങ്ങ് പോയി. 60,000 രൂപയുടെ ഇഞ്ചക്ഷനാണ് ഗൈസ് ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ ഗ്ലൂക്കോസും കൊടുത്തി. എത്ര വെച്ചാൽ ഗ്ലൂക്കോസിന് എത്ര ഉണ്ട്? ഹലോ, ആ അമ്മ കിട്ടി ഇഞ്ചക്ഷൻ കിട്ടി. ഞാൻ വിളിക്കാൻ കൂട്ടുകാരെ, നമ്മൾ ഹോസ്പിറ്റലാണ്. സുന്ദരനീയും എത്ര വെച്ചാ ഒരു കുപ്പി? കുറച്ച് എക്സ്പെൻസീവ്, 68 പറ്റിച്ച 60,000 രൂപയുടെ സാധനം അവര് വലിച്ചിട്ട് മച്ചാൻ 68 രൂപയുടെ ഗ്ലൂക്കോസ് കിട്ടുന്നേ. എന്റെ ബ്ലോഗിൽ മെഡിക്കൽ കോളേജ് കത്തിക്കും. ആ നല്ലത്. മച്ചാൻ എത്ര വ്യൂസ് എത്ര വെച്ചാ? 18, 19, 24 പേര് കൂടിയിട്ട്. അയ്യോ. അപ്പൊ കഴിച്ചത് ഈ വാർഡിലാണ് കേട്ടോ മച്ചാൻ കിടക്കുന്നത്. ഇവിടെ സാധാരണ ഇതിന് അപ്പുറത്തുള്ളൊരു വാർഡിലായിരുന്നു. ചിലപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. ചോക്ലേറ്റ് ആണ് മച്ചാന് മരുന്ന് കയറുമ്പോൾ ചോക്ലേറ്റ് നിർബന്ധമാണ്. അപ്പോൾ അല്ല ഇത് തരാം. മയക്കമുണ്ട് ഇപ്രാവശ്യം ചെറിയൊരു. സാധാരണ മച്ചാൻ ഇത് മരുന്ന് കയറ്റുന്ന സമയത്ത് ഒരു മയക്കവും പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിത് ഇന്ന് മെഡിക്കൽ കോളേജിലെ 2ാമത്തെ ദിവസം ചായയും കുടിച്ചുകൊണ്ട് മച്ചാനുള്ള പാർസലും വാങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്കങ്ങനെ കൂടുതൽ ഫൂട്ടേജും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഓട്ടത്തിലായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജ് ആണല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കൂടുതൽ പരിപാടികളൊന്നും നടക്കില്ല. പലരുടെയും മെൻറ്റാലിറ്റി പലതാണ്. പലരും അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിനിടയിലൂടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, എന്തായാലും മച്ചാൻ മുകളിലുണ്ട്. മച്ചാൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇന്നലെ. മറ്റൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. സാധാരണ ICU കയറിയിട്ടാണ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇത് വെക്കാറ്. ഇന്നലെ ICU ഒക്കെ ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ICUവിന് വെയിറ്റ് ചെയ്തില്ല, വാർഡിൽ നിന്ന് തന്നെ ചെയ്തു. ഇന്നലെ ഒരു ലോക്കൽ സെറ്റപ്പിലായിരുന്നു ചെയ്തിരുന്നത്. സാധാരണ AC റൂമിലൊക്കെ കിടന്ന് മയക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ്. എന്തായാലും കുഴപ്പമില്ല. ഒരു 3 മണിക്കൂറൊക്കെ എടുത്ത് മൊത്തം കഴിഞ്ഞപ്പോഴേക്ക്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറേ സമയമുണ്ട് കിടന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ സമയം 7:30. ഒരു 8 മണി 8:15 ആകുമ്പോഴേക്ക് വാർഡിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്താ പറയുക, മച്ചാന് ചായ കൊടുക്കണം. ചായ ഇല്ല കേട്ടോ, കടി മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി വട. ഞാനും 3 ഇഡ്ഡലിയും 1 വടയും കഴിച്ചു. അപ്പോൾ പിന്നെ അത്രയ്ക്ക് ഉള്ളൂ ഗൈസ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. പിന്നെ ഇന്ന് കൂടുതലൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വാങ്ങണം. കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങണം. ആ ഇൻഷുറൻസ്, മെഡിസിപ്പ് ഇൻഷുറൻസ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ തിരിച്ച് വീട്ടിൽ പോകണം. ചിലപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ കറങ്ങിയിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എന്താ 2 ദിവസം കുറേ പേരെ പരിചയപ്പെട്ട് കുറേ പേരോട് സംസാരിച്ച് എന്തായാലും നൈസായിരുന്നു. എന്തായാലും ഒരു മൊത്തത്തിൽ നെഗറ്റീവ് തന്നെയാണ് ഗൈസ്. നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ടത്. ആളുകൾക്കൊക്കെ ഭയങ്കര നല്ല സ്വഭാവമായിരിക്കും. ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുകയുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ തന്നെ എവിടെയാണ്, നാട്ടിലെവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നുള്ള ചോദ്യം മാത്രമേ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം രസമാണ്. ആളുകൾ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുകയും, കാരണം അസുഖമായിട്ട് വന്നിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ സുഖമായിട്ടും ഇനിയിപ്പോൾ വേറൊരു സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കാനല്ലേ എല്ലാവരും ശ്രമിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര നൈസായിരുന്നു മൊത്തത്തിൽ. ഞാൻ രാവിലെ എണീറ്റ് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുക. മച്ചാനുള്ള പാർസലും മേടിച്ചു. ഇനി അങ്ങോട്ട് പോകുന്നു. അതെല്ലാം പോയി നോക്കട്ടെ ഗൈസ്. 7:30 ആയി. ഇനി ചായ കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ആക്കാം. അപ്പോൾ ഗൈസ് വരണ്ട, ഞാനിത് ഈ ഫുട്പാത്തിലൂടെ ഇങ്ങനെ
നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആ പുറകെ കാണുന്നുണ്ട് ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പൊ ഗൈസ് നമ്മളെ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ചു. ഡിസ്ചാർജ് ആയിട്ടാ അത്യാവശ്യം ഇഞ്ചക്ഷൻ വെച്ച് പരിപാടി ഫ്രീ ആയിട്ട് ഇതല്ല ഈ ബാണ്ടക്കെട്ടല്ല ഏറ്റിയാന്നാണ് അവിടുന്ന് വന്നേട്ടാ. ഇതും കൊണ്ട് തിരിച്ചു പോകണം. പക്ഷേ ട്രെയിൻ 5 മണിക്ക് വീട്ടിലെത്തുമ്പോ 6 മണിക്ക് 9 മണി 10 മണിക്ക് വീട്ടിലെത്തും. 10 മണിയാവില്ല. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഡോക്ടേഴ്സ് നേഴ്സുള്ള സീനാണ്. കളിപ്പാണ് ഭയങ്കര ശാന്ത. അവിടെ കട്ടിലിൽ ഇരുന്നാൽ തന്നെ കലിപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ശാന്ത അന്തരീക്ഷം അല്ല മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പലതും എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അല്ല. അടുത്ത ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. വെറുതെ ആരും അല്ലാണ്ട് മെഡിക്കൽ കോളേജിലൊന്നും ഒന്ന് വ്ളോഗ് ചെയ്യാത്ത അത് നടക്കൂല. നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. എന്നാലും നമ്മൾ പറ്റുന്നിടത്തോ. പിന്നില്ലേ നിങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കാട്ടോ. ഇവിടെ പക്ക അറിഞ്ഞിട്ടൊന്നും അറിയില്ല. അങ്ങനെയല്ല, ACR ലാബ് പറയണോ? ആദ്യമായിട്ട് വരുന്നില്ലേ നല്ല പോലെ ബുദ്ധിമുട്ടും. അവിടെ ലാബിലേക്ക് പണിക്കൊക്കെ വിളിച്ചിട്ടുണ്ടേ. സാലറി പറഞ്ഞാൽ യൂട്യൂബിന് അത്ര സാലറി ഇല്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല ഗൈസ്. കുഴപ്പമില്ല. കേൾക്കണം കേട്ടാ. ഇവിടെ ബസ്സിന്റെ ഭയങ്കര സൗണ്ട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പാളത്തേക്ക് പോകുന്നുണ്ട്. അപ്പം മച്ചാൻ ഇനി നേരെ പാളയത്തേക്ക് റെയിൽവേയിലേക്ക് പോകും. ഞാൻ നേരെ പുതിയ സ്റ്റാൻഡ് ചെയ്യും. അവിടുന്ന് പിന്നെ ഞങ്ങള് അപ്പോൾ ഞങ്ങളുടെ ബസ്സിൽ കയറിയിട്ടാണ്. ഇനി ഇവിടുന്ന് മച്ചാൻ നേരെ തിരിച്ചു പോകും. മച്ചാൻ എൻ്റെ ടീഷർട്ട് വലിച്ചാണ് പോയിരിക്കുന്നത്. ഞാൻ കുറെ പറഞ്ഞു. എന്റെ ഷർട്ട് ഡോക്ടർ കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഡോക്ടർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. മച്ചാനായിട്ട് ഒന്നിനും കൊള്ളാതെ ചുളിഞ്ഞ് അലമ്പായിട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇതിപ്പോ മച്ചാനൊക്കെ നന്നാണ് ഗിഫ്റ്റ് ആയിട്ട്. ഞാൻ വരുമ്പോൾ തിരിച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങള് ഇവിടെ പറഞ്ഞ നല്ല ആംബിയൻസ് ആണ്. രാത്രി എന്ത് വൈബാണ് മെഡിക്കൽ കോളേജിൽ. രാത്രി ഭയങ്കര നിങ്ങൾക്ക് DJ പ്രോഗ്രാം വരാൻ പറ്റിയിട്ട് ഞാൻ ആഗ്രഹിക്കും. മസിതൊന്നും കേൾക്കുന്നുണ്ടാവും നമ്മൾ പറയുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മെഡിക്കൽ കോളേജിനോട് വീട് പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത മാസം മച്ചാൻ ഇനി ചെക്കപ്പിന് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പിറ്റത്തെ മാസം പിന്നെ ഇഞ്ചക്ഷൻ. ഏതാ ലൈഫ് ഒരേ പാറ്റേണിൽ ലൈഫ് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി.